ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ രാജീവും ഭാസ്കരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പോഴും ഭാസ്കരനൊരു ഡൗട്ടുണ്ട്, ഈ ഒരു വരവ് വല്ലാത്തൊരു വരവാണല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ രാജീവ് ചിരിച്ചിട്ട് മറുപടി പറയുന്നുണ്ട്, ഹേയ് അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല, എനിക്കെന്തോ അവളെ കാണണം തോന്നി, എന്നും ഇങ്ങനെ പ്രശ്നങ്ങളായി നിന്നിട്ട് കാര്യമില്ലല്ലോ. വിഷമമുണ്ട്, കാരണം നമ്മുടെ മക്കൾ നല്ല സൗകര്യത്തിൽ നല്ലൊരു നിലയിലെത്തി കാണണമെന്നല്ലേ ആഗ്രഹം, അതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട് എന്നും പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ഇയാൾക്ക് പണി? അത് കേട്ടപ്പോൾ രാജീവും പറയുന്നുണ്ട്, എനിക്ക് ബിസിനസ്സാണ്, നിങ്ങൾക്കോ? അപ്പോഴേക്കും ഭാസ്കരൻ വാചാലനാവാണ് കേട്ടോ. കാരണം ഭാസ്കരൻ്റെ ഏറ്റവും നല്ല കാലം പഴയ കാലമായിരുന്നു, ഇപ്പോഴങ്ങനെയല്ലല്ലോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എനിക്കും ബിസിനസ്സായിരുന്നു. അത് കേട്ടപ്പോൾ ഇയാൾ കള്ളം പറയുകയാണെന്നൊക്കെ തോന്നുകയാണ് കേട്ടോ രാജീവന്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ലോറി ബിസിനസ്സായിരുന്നു, കയ്യിൽ പണം പ്രശസ്തി എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് എല്ലാം കുണ്ടിൽ ചാടിയ പോലെ എൻ്റെ ഭാര്യ മരിക്കുകയാണ് ഒരു ആക്സിഡൻറ്റിൽ. പക്ഷേ ആ ഒരു കുറ്റം എൻ്റെ തലയിൽ ഇടുകയാണ് ആൾക്കാർ, ഞാനാണ് കൊലപാതകി, അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒരുപാട് ജയിലിൽ കിടന്നു, അങ്ങനെയൊക്കെ പഴയ കാലങ്ങൾ പറയാണ് കേട്ടോ. പിന്നീട് കുറേ തള്ളി മറിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ രസമാണ് കേൾക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ രാജീവിന് ചിരിയൊക്കെ വരുന്നുണ്ട്. പഴയ ഓരോ കാര്യങ്ങൾ, എന്നെ പണ്ടൊക്കെ കൂടെ ഉള്ളവർ അരവിന്ദ സ്വാമി എന്നൊക്കെ ആയിരുന്നു വിളിക്കൽ, എന്നെ കാണാൻ എന്ത് ചേലായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ ഇവരുടെ ഈ സംസാരം ഏത് വഴി പോകുന്ന ഓർത്തിട്ട് അകത്തിരിക്കുന്നവർക്ക് ടെൻഷൻ, അതായത് നികേഷിനും സുഭാഷിനും. അങ്ങനെ സുഭാഷ് വന്ന് അവളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ അകത്തേക്ക്. രാജീവും പറയുന്നുണ്ട്, കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളാം, ഏയ് വേണ്ട വേണ്ട അകത്തേക്ക് ഇരുന്നോളൂ, കൊതു അടിക്കില്ലേ എന്നൊക്കെ. അങ്ങനെ രാജീവൻ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയറിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാസ്കർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സ്വന്തം തന്തയ്ക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലാത്തവരാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കിച്ചണിലാണെങ്കിൽ തകൃതിയായിട്ട് പാചകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവർ ഫുഡായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ രാജീവ് കോളിലായിരുന്നു. അങ്ങനെ ഇവർ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ട് രാജീവിന് കൈ കഴുകാനായിട്ട് ഒരു ഡവറയിൽ വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞാൻ പുറത്തുനിന്ന് കഴുകിക്കോളാം. ഏയ് വേണ്ട വേണ്ട സാർ ഇതൊന്ന് കഴുകിക്കോളൂ. അങ്ങനെ അവൻ തോർത്തൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരാളെ പോലെ കണ്ടാൽ മതി എന്നെ ഇങ്ങനെ സാറിനൊന്നും വിളിച്ച് കാണണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ ടീപ്പോയൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് രാജീവ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ? ഞാൻ നിലത്തിരുന്ന് കഴിച്ചോളാം, നിങ്ങൾ അങ്ങനെയല്ലേ കഴിക്കാറ്? അതെ അതെ, ഞങ്ങൾ നിലത്തിരുന്ന് കഴിക്കാറ്, എന്നാൽ ഞാൻ കഴിക്കാം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ വേണ്ട സാർ, അത് വേണ്ട, ഇതൊന്നും സാറിന് ശീലമല്ലല്ലോ, സാറ് ടേബിളിൽ നിന്ന് കഴിച്ചോളൂ. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ മകൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയല്ലേ കഴിച്ചേ, അപ്പോൾ എനിക്കങ്ങ് ശീലമായിക്കോളും. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ സാറിൻ്റെ പെരുമാറ്റത്തിൽ. അങ്ങനെ അവർ പായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് ഫുഡൊക്കെ. നിധിയാണെങ്കിൽ വാതോരാതെ സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ പറയാം. 1 മണിക്കൂറിനുള്ളിൽ സുഭാഷ് ഏട്ടൻ രാവിലെ എല്ലാ ഫുഡും ഉണ്ടാക്കും. അത് കഴിഞ്ഞ് എല്ലാവർക്കും അത് സെർവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് സുഭാഷ് ഏട്ടൻ പോകും. എന്നാലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഫസ്റ്റ് വായിൽ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അസാധ്യ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുകയാണ്. രാജീവ് ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. നിധി കൂടെ ഇരിക്കുന്നുണ്ട്, അച്ഛനെല്ലാം വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ അവർ സുധീഷിനെ വെയിറ്റ് ചെയ്യാണ്, ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല. അപ്പം എവിടെ പോയി, എന്തായി ലേറ്റ് ആവുന്നതെന്നൊക്കെ. ആ കറക്റ്റ് ടൈമിൽ തന്നെ സുധീഷ് വരുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നല്ല അടിപൊളി കാറ് കണ്ടപ്പം സുധീഷ് ഹരീഷ് ഷോക്കാവുന്നുണ്ട്. സുധീഷിൻ്റെ കൂടെ ഹരീഷും ഉണ്ട് കേട്ടോ. ഇത് ആരുടെ കാറാടാ, അതിപ്പോൾ ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാരൊക്കെ തലോടുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് പുറത്തേക്ക് വന്നിട്ട് ധൃതിയിൽ ചോദിക്കുന്നുണ്ട്, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു സുധീഷ് ഏട്ടാ, അകത്ത് ഗസ്റ്റ് ഉണ്ട്. അത് കേട്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി അവൻ ചോദിക്കുന്നുണ്ട്, ഗസ്റ്റോ, അതിപ്പോൾ ആരാ? പക്ഷെ അവൻ സ്വപ്നത്തിൽ പോലും അത് രാജീവാന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെയുണ്ട്, സുധീഷ് ഏട്ടന് സർപ്രൈസാ. അങ്ങനെ അവർ അകത്തേക്ക് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് രാജീവ് തലയുയർത്തി അവനെ നോക്കുന്നുണ്ട്. അതിലൊരു ഭയങ്കര ഒരു വിജയ ചിരിയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ വിളിച്ച ആ വെല്ലുവിളി അത് രാത്രി ആയപ്പോഴേക്കും സാധ്യമായല്ലോ, അതായത് സാധ്യമാക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു തരം ഭാവമാണ് മുഖത്ത്. സുധീഷോ പ്രേതത്തെ കണ്ടെന്ന പോലെ അവൻ ഞെട്ടുകയാണ് കേട്ടോ. രാജീവിൻ്റെ വെല്ലുവിളി ഇത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഓർത്തവൻ ടെൻഷനാവാണ്. കാരണം സത്യം എന്താണെന്ന് രാജീവിന് ഇതുവരെ അറിയില്ല. ഇനിയിപ്പോൾ അതും കൂടെ നിധി പറഞ്ഞു കഴിയുകയാണെങ്കിൽ എല്ലാം തീർന്നില്ല അവിടെ. താൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ അവൻ ഓർക്കുകയാണ്. തൻ്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. രാജീവാണെങ്കിൽ വല്ലാത്തൊരു തരം ഭാവത്തോടു കൂടി അവനെ നോക്കുകയാണ്. അപ്പോഴേക്കും നിധി അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് സുധീഷിനെ കണ്ടില്ലായിരുന്നു അച്ഛൻ, അപ്പം അച്ഛൻ എന്നെ കാണണം തോന്നി, അതാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അച്ഛൻ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, അതെ അതെ, അവൻ കണ്ടിട്ട് പെട്ടെന്ന് ഷോക്കായും തോന്നുന്നു എന്നൊക്കെ സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും
സുധീഷിൻ്റെ ആ ഞെട്ടിൽ മാറിയിട്ടില്ല. അവനത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവനൊരു വാക്ക് പോലും പറയാനോ മിണ്ടാനോ ഒന്നും പറ്റുന്നില്ല. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് ഇയാൾ വന്നത്? രാവിലെ കണ്ട സമയത്ത് താനാണല്ലോ അയാളെ കൊണ്ട് ആ വെല്ലുവിളി ചെയ്യിപ്പിച്ചതും അയാളെ ട്രിഗർ ചെയ്യിപ്പിച്ചതും എന്നൊക്കെ അവൻ ഓർക്കുകയാണ്. രാജീവാണെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് സംസാരിക്കുന്നത്, അതും സുധീഷിൽ വല്ലാത്തൊരു രീതിക്ക് ഭയം ഉളവാക്കുന്നുണ്ട് കേട്ടോ. കാരണം തന്നോട് കാണിച്ച സമീപനമല്ലല്ലോ. അപ്പൊ രാജീവ് പറയുന്നുണ്ട്, രാവിലെ അവനെ കണ്ടപ്പോൾ എനിക്കധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല, കാരണം സുധീഷ് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ് എല്ലാം പറഞ്ഞത്. അതോടെ കേട്ടപ്പോൾ സുധീഷ് ആകെ ഒരു പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനിടയിൽ നിധി അരീഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. സുധീഷ് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും രാജീവ് വീണ്ടും അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട്, വന്നതിൽ സന്തോഷം, അതും വിക്കിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, വാ വന്നിരിക്കി, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, നിന്റെ ചേട്ടൻ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ചിരിച്ച് പറയാണ്. പക്ഷെ സുധീഷിന് ആകെ ടെൻഷനാണ്. ഇയാളുടെ പെരുമാറ്റമാണ് അവനെ കൂടുതൽ ടെൻഷനിലേക്ക് ആക്കുന്നത്. കാരണം എല്ലാവരെയും വരുതിയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇയാളുടെ ശരിക്കത്തെ ക്യാരക്ടർ ഇങ്ങനെയല്ലല്ലോ, അവന് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പം സുഭാഷും പറയുന്നുണ്ട്, എടാ വാ വന്ന് കഴിക്കുക അരീഷേ. അത് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടെ കൈ എഴുകാനായിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സുധീഷ് അവിടെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിറകിൽ തന്നെ അരീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അരീഷ് പറയുന്നുണ്ട്, ഇയാളുടെ അമ്മായിപ്പൻ എന്തിനാ അങ്ങോട്ട് വന്നേ? പക്ഷെ കണ്ടിട്ട് ഹാപ്പിയാണെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ സുധീഷ് ഏട്ടാ? നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, അയാൾ നല്ല ഹാപ്പിയാണല്ലോ, എനിക്കൊന്നും തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, അയാൾ എന്തോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നത്, എനിക്ക് തോന്നുന്നത് അവളെ കൊണ്ടുപോകുന്ന തന്നെയാണ്. അപ്പം ഹരീഷും പറയുന്നുണ്ട്, ചിലപ്പം പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ സുധീഷ് ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അതൊരിക്കലും സംഭവിക്കരുത് കേട്ടല്ലോ എന്നൊക്കെ അവർ പരസ്പരം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, എടാ വേഗം വാന്ന്. അപ്പോൾ അവൻ പറയുന്നത്, ആ ചേട്ടാ അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കൈ കഴുകിയിട്ട് പോവാണ് കേട്ടോ അകത്തേക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നിധിയും സുഭാഷ് ചേട്ടനും ഇരുന്നിട്ടില്ല, ബാക്കി എല്ലാവരും. പക്ഷേ സുധീഷിന് കഴിക്കാനേ പറ്റുന്നില്ല. രാജീവാണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിലൊന്നുമുള്ള ശ്രദ്ധ അവന് കൊടുക്കാനില്ല. അവന് ടെൻഷനാണ്, ഇയാൾ എന്ത് കൽപ്പിച്ചാണ് ഈ വന്നതെന്ന് അറിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ. ഇന്ന് തന്നെ നിധി പോവോ ഒന്നും അറിയില്ല. നിധീനെ പിടിച്ചു വെക്കാനുള്ള അവകാശം പോലും അവനില്ല, കാരണം അവർക്കിടയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളും കൂടെ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ടച്ച, ഞാനും സുഭാഷ് ചേട്ടനും ഒരുമിച്ചിരുന്നോളാം. അപ്പോഴൊക്കെ രാജീവ് മനസ്സിലാക്കായിരുന്നു കേട്ടോ, നിധി എത്രത്തോളം ഈ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയി എന്നുള്ളത്, അവൾക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെയാണ് രാജീവ് ചിന്തിക്കുന്നത്. പക്ഷെ പുറത്ത് ചിരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കരൻ അകത്തേക്ക് വരുന്നുണ്ട് അവരുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ പോയിട്ട് പഴം കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇനി പഴോ, എൻ്റെ വയറിൽ സ്ഥലമില്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, രാസവളമൊന്നും ഇടാതെ ചാണകവും വെണ്ണീറും മാത്രം ഉണ്ടാക്കിയ നല്ല പഴമാണ്, നല്ല മധുരമായിരിക്കും, അങ്ങോട്ട് കഴിക്കുന്നൊക്കെ. അങ്ങനെ അതിനുശേഷം രാജീവ് ചോദിക്കുന്നു, അല്ല സുഭാഷേ, ഇങ്ങനെ അനിയന്മാർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ നീതി പറയുന്നുണ്ട്, കല്യാണമൊക്കെ നോക്കുന്നുണ്ട് അച്ഛാ, പെട്ടെന്ന് എന്തായാലും റെഡി ആവുമെന്നൊക്കെ അവളും പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് രാജീവ് ഞാൻ പോവാണെന്നൊക്കെ പറയാണ്, യാത്ര ചോദിക്കുകയാണ്. അത് കേട്ടപ്പോഴാണ് സുധീഷിന് വലിയൊരു ആശ്വാസമാവുന്നത് കേട്ടോ. അപ്പോൾ സുധീഷ് മെല്ലെ പറയുന്നുണ്ട്, ആശ്വാസമായി. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, തൽക്കാലം രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്നാൽ ശരി, നിങ്ങളെ സ്നേഹത്തിനൊക്കെ വളരെ നന്ദി കേട്ടോ, എൻ്റെ മകൾ ഇവിടെ ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി, അതിന് എനിക്ക് വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ചോദിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഭാസ്കരനോടാണ് ചോദിക്കുന്നത്, അത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഒരാഴ്ച നിധിയും സുധീഷും അവിടെ വന്ന് നിന്നോട്ടെ. അത് കേട്ടപ്പോഴേക്കും അടിമുടി ഷോക്കാവാണ് നമ്മുടെ സുധീഷ്. ഹരീഷിനെ സത്യം അറിയുന്നതുകൊണ്ട് ഹരീഷും, നിധിയോ അതിലേറെ ഷോക്കാവാണ്. അച്ഛൻ എന്ത് കാര്യത്തിലാണ് ഈ പറയുന്നത്? കാരണം അവള് സുധീഷും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സൂര്യനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ആ സമയം കൊണ്ട് അവളും ചിന്തിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അച്ഛാ? അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾക്കും ഇല്ല ആഗ്രഹം നിങ്ങളവിടെ വന്ന് നിൽക്കണം എന്നുള്ളത്, നീ എൻ്റെ മകളല്ലേ, ഇവൻ എൻ്റെ മരുമകനല്ലേ, അപ്പം ഞങ്ങൾക്ക് എന്താ ആഗ്രഹിച്ചൂടെ? നികേഷിനും സുഭാഷിനും ഇത് കേട്ടപ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ ആവുന്നത്. കാരണം എല്ലാം മറന്ന് രാജീവ് ഇവരെ സ്വീകരിച്ചല്ലോ, ഇനി പതിയെ നിധിയും സുധീഷിനെ ഇഷ്ടപ്പെടുന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ രാജീവ് വീണ്ടും പറയുന്നുണ്ട്, നീ ഒരുപാട് തവണ അങ്ങോട്ട് വന്നു, അന്നൊക്കെ നിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റിയില്ല, അതിനുള്ള കാരണം എനിക്ക് വിഷമവും സങ്കടമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ മാറിയില്ലേ, ഞാൻ നിന്നെ തേടി വന്നില്ല മോളെ, നീ അങ്ങോട്ട് വാ, അവിടെ നിൽക്കുന്നത് നിൻ്റെയും കൂടെ വീടല്ലേ, ഇടയ്ക്ക് അവിടെ നിൽക്കുന്നതിന് എന്താ പ്രശ്നം? അവിടെ സ്ഥിരമെന്നല്ലല്ലോ, ഒരാഴ്ച ഞങ്ങളെ സന്തോഷത്തിന്. അപ്പോൾ അവളുടെ മുഖം ഒന്ന് തെളിയുന്നുണ്ട് കേട്ടോ, അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാസ്കരന് എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്തോ ഒരു തന്ത്രം ഇവളുടെ അച്ഛൻ മെനയുന്നുണ്ടെന്ന് ഭാസ്കറിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് മുടക്കാനായിട്ട് സുധീഷ് പറയുന്നുണ്ട്, അയ്യോ അതൊന്നും പറ്റില്ല, ഇതിപ്പോൾ കുറച്ച് ദൂരമുള്ളതല്ലേ, അവൾക്ക് ഇടയ്ക്ക് ഇൻ്റർവ്യൂസൊക്കെ വരാറുണ്ട്, ഇപ്പം തന്നെ വേണമെന്നില്ലല്ലോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.
അപ്പോൾ രാജീവ് പറയുന്നത് അതിനെന്താ, ഒരാഴ്ചയല്ലേ ചോദിക്കുന്നുള്ളൂ, കുറേ ദിവസമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ ഇൻ്റർവ്യൂ അവൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ ട്രാവലല്ലേ ഉള്ളൂ, പെട്ടെന്നൊന്നും ചെയ്ത് പോരാലോ. അതുകൊണ്ട് എന്തായാലും വരണം. അല്ല സുഭാഷ് എന്ത് പറയുന്നു? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ, അവർ വന്നോട്ടെ, അതല്ലേ നല്ലത്. എടാ സുധീഷേ സമ്മതിക്ക്, സാറ് വിളിക്കുന്നല്ലേടാ, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ സുഭാഷും പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ പെട്ട അവസ്ഥയിലാണ്. താടി ഒഴിഞ്ഞുകൊണ്ട് നല്ല ആലോചനയിലിരുന്ന ഭാസ്കരൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാവോ എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് ഭാസ്കരനെ നോക്കുകയാണ് കേട്ടോ. സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട് അച്ഛാ മിണ്ടാതിരിക്കുക, നീ ഒന്നും മിണ്ടാതിരിടാ, വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വിടാതിരുന്നാലോ, വിടാവോ, ഇങ്ങോട്ട് വിടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം സുധീഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛൻ്റെ അത്ര ബുദ്ധി പോലും വേറെ ആർക്കും ഇല്ലല്ലോ ഈശ്വര എന്നൊക്കെ അവൻ ചിന്തിക്കും. കാരണം സുഭാഷ് ഏട്ടനും നികേഷൊക്കെ സുധീഷിനോട് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. സുധീഷ് അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുടക്കം പറഞ്ഞപ്പോൾ രാജീവാണെങ്കിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്നും ചിന്തിക്കേണ്ട, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സുധീഷിനെ വിളിക്കുമോ, ഇല്ലല്ലോ, രണ്ടുപേരില്ലേ വിളിച്ചത്. അവളുടെ അമ്മയ്ക്ക് വിഷമവും, ഇവിടെ വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കണ്ടു പോയപ്പം പെറ്റ വയറല്ലേ, എന്തായാലും സങ്കടം വരും. അപ്പോൾ ഒരു ആഴ്ച വന്ന് നിന്ന് കഴിഞ്ഞാൽ അവൾക്കും സന്തോഷമാവില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പോവില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാം കേട്ടോ. വീണ്ടും ഇതെല്ലാം കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് സാറ് ധൈര്യമായിട്ടിരിക്കുക, അവരെന്തായാലും വരും എന്നൊരു ഉറപ്പും കൂടെ കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ സുധീഷിനാകെ ദേഷ്യം വരുന്നുണ്ട്, അവൻ തല ചൊറിയാണ് കേട്ടോ സുഭാഷ് ഏട്ടൻ്റെ ഈ ഇടപെടൽ കണ്ടിട്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അച്ഛൻ നാളെ തന്നെ ഞങ്ങളെ കൊണ്ടുപോകണോ? ആ അതെ, നാളെ നമുക്ക് പോവാം, ഞാൻ എന്തായാലും ഹോട്ടലിൽ റൂം കിട്ടുമോ നോക്കട്ടെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് ഓ ഇവിടെ നിൽക്കുന്നില്ല എന്നർത്ഥം അല്ലേ. അപ്പം സുധീഷ് പറയുന്നുണ്ട് ഞങ്ങളെന്തായാലും വലിയൊരു വീടെടുക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കാമല്ലോ. അത് കേട്ടപ്പോൾ സുഭാഷും പറയുന്നുണ്ട് ഇവിടെ സാറിന് നിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഞങ്ങളൊരു വീടെടുക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് മനസ്സുണ്ടെങ്കിൽ എവിടെയും നിൽക്കാം, മനസ്സില്ല അതന്നെ, ഒരു മനുഷ്യന് നീണ്ടു നിവർന്ന് കിടക്കാൻ ഒരു കട്ടിൽ പോരെ, അതിവിടെ ഉണ്ട്, നമ്മൾ മരിച്ചു പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ ഫിലോസഫി പറയാൻ കേട്ടോ. അങ്ങനെ ഒടുവിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് രാജീവ് പറയണം. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവണേ. കാരണം ഇങ്ങനെ ഇത്രയും ബിസിനസ്മാനും ഇത്രയും പൈസക്കാരനായ ഒരാൾ ഈ ഒരു വീട്ടിൽ താമസിക്കുമോ, ഇല്ലല്ലോ. പക്ഷേ രാജീവ് സമ്മതിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൾ താമസിക്കുന്ന വീട്ടിൽ ഇന്ന് രാത്രി ഞാനും താമസിക്കുന്നു. അപ്പോൾ നിധി ശരിക്കും ചോദിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട് ആ കെട്ടിപ്പിടിക്കാണ് കേട്ടോ. സന്തോഷത്തോടു കൂടി അച്ഛനെ അത്രയും അവൾ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ സന്തോഷങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ് എന്താണ് ഈ സംഭവം എന്നൊക്കെ. പിന്നെ രാവിലെ കണ്ട് തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും, നിധി പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക്